പത്തനംതിട്ട കോന്നിയിലും വടശ്ശേരിക്കരയിലും കാട്ടാൻ ആക്രമണം. അതുമ്പും കുളത്ത് വീട്ടുമുറ്റത്താണ് ആന എത്തിയത്. വ്യാപകമായി കൃഷി നശിപ്പിച്ചു. AV ജയശങ്കർ വിവരങ്ങളുമായി. ജയശങ്കർ, ഈ ആനയെ തുരത്താനുള്ള നടപടികൾ വനംവകുപ്പ് സ്വീകരിച്ചോ? ഈ മേഖലയിലൊക്കെ വന്യമൃഗശല്യം ഉള്ളതാണോ? അതായത് അനുജ, ഈ പത്തനംതിട്ടയിൽ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി വന്യമൃഗശല്യം, കാട്ടാനശല്യം അതിരൂക്ഷമാണ്. ഈ കോന്നി അതുമ്പുംകുളം ഞള്ളൂരിൽ കഴിഞ്ഞ ദിവസം വീട്ടുമുറ്റത്താണ് ആന എത്തിയത്. വീട്ടുകാർ പുറത്ത് ശബ്ദം കേട്ട് നോക്കി ലൈറ്റ് അടിച്ചപ്പോൾ നേരെ ആനയാണ് കാണുന്നത്. ഈ അതുമ്പുംകുളം മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം വിജി വർഗീസിന്റെ വീടുമുറ്റത്താണ് ഇന്നലെ 12 മണിയോടുകൂടി കാട്ടാന കൂട്ടം എത്തിയത്. പ്രദേശത്ത് വ്യാപകമായി കൃഷി നശിപ്പിച്ചാണ് ഈ ആന മടങ്ങുകയും ചെയ്തത്. വടശ്ശേരിക്കലയിലും സമാനമാണ്. കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വരെ ഈ പ്രദേശവാസികളുടെ ആനശല്യം രൂക്ഷമായതിനെ തുടർന്ന് തടയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നലെയും പ്രദേശത്ത് കാട്ടാനകൾ ഇറങ്ങുകയും കൃഷി ഉൾപ്പെടെ വ്യാപകമായി നശിപ്പിക്കുകയും ചെയ്തു. ജില്ലയിൽ പൊതുവിൽ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി കാട്ടാനാക്രമണം രൂക്ഷമാണ്. ഈ മനുഷ്യന് ഇതുമായി ബന്ധപ്പെട്ട് മനുഷ്യ ജീവന് ഇതുവരെ ഉണ്ടായില്ലെങ്കിൽ പോലും വലിയ തോതിൽ ആശങ്ക ജനങ്ങൾക്കുണ്ട്. കൃഷി ഉൾപ്പെടെ വ്യാപകമായി നശിപ്പിക്കുന്ന സാഹചര്യമാണ്. വനംവകുപ്പ് അവരാൽ കഴിയുന്ന രീതിയിൽ ആനയെ തുരത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പത്തനംതിട്ട വിവിധ ഇടങ്ങളിൽ ആണ് കാട്ടാനാക്രമണത്തിന്റെ വാർത്ത. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വന്നത് കോന്നിയിൽ നിന്നും വടശ്ശേരിക്കരയിൽ നിന്നുമാണ്.